റോഡിലെ വൻ ഗർത്തം അപകടക്കെണിയായതോടെ കൊല്ലങ്കോട് ടൗണിൽ യാത്രക്കാർ ദുരിതത്തിൽ. മംഗലം ഗോവിന്ദാപുരം റോഡിൽ കൊല്ലങ്കോട് ടൗണിലെ PKDUP സ്കൂളിന് സമീപത്തെ വലിയ ഗർത്തമാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. 4 ദിവസത്തിനിടെ 16 അപകടങ്ങളാണ് ഇവിടെ നടന്നത്. റോഡ് ഇടുങ്ങിയതും സ്കൂളിന് സമീപമുള്ള പ്രദേശവുമായതിനാൽ വാഹനങ്ങൾ ഗർത്തം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമാണുള്ളത്. സൈക്കിളിൽ സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരും അപകട ഭീഷണി നേരിടുന്നുണ്ട്. തിരക്കേറിയ റോഡിൽ ഗർത്തം ഒഴിവാക്കാൻ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. PKDUP സ്കൂളിന് സമീപത്തെ ഗർത്തത്തിന് 3 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പോൾ നേരത്തെ 1 മാസം മുമ്പുള്ള ഒരു കുഴിയായിരുന്നു. അത് പിന്നെ വിളിച്ചു പറഞ്ഞ് PWAനെ വിളിച്ചു പറഞ്ഞ് അത് വന്ന് പഞ്ചർ ഒട്ടിക്കുകയും ചെയ്തു. വീണ്ടും അതൊരു വലിയൊരു കുഴിയായി മാറി. അപ്പോൾ രാത്രി സഞ്ചരിക്കുന്ന 2 വീലർക്ക് ഭയങ്കര പ്രയാസമാണ്. ഇതുപോലെ നേരത്തെ ഒരു കുഴി ഇവിടെ ഈ കുഴി ഒരു കുട്ടിയും ഒരു ഫാമിലിയോട് വരുമ്പോൾ അവർ വീഴുകയും അത് സ്ലാബിൽ തട്ടാതെ രക്ഷപ്പെടുകയും ചെയ്തു. അതുപോലെ ഇനിയും രാത്രികാലങ്ങളിൽ ഒരുപാട് 2 വീലറും ഫാമിലിയോട് വരും. പക്ഷെ അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ഇത് എത്രയും പെട്ടെന്ന് അടച്ച് നല്ല രീതിയിലാക്കി തരണം. കാരണം പഞ്ചർ ഒട്ടിക്കൽ, ആ പ്ലാസ്റ്റർ ഒട്ടിക്കലിൻ്റെ ബാക്കിയുള്ള കല്ലുകളും മറ്റുള്ളതൊക്കെ റോഡിൽ തന്നെ അരിച്ച് കിടക്കുകയാണ്. 2 വീലർ സ്ലിപ്പായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ PWAയും എല്ലാവരും ഉൾപ്പെടുത്തി അത് പെട്ടെന്ന് നടത്തി തരണം. അതുപോലെ ഇവിടുത്തെ അധികാരപ്പെട്ട ആൾക്കാർ വിളിച്ചു പറയുകയും ചെയ്തു. പക്ഷെ അവർ മുന്നോട്ട് പോയിട്ടില്ല. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അടച്ചു തന്നാൽ അപകടം ഒഴിവാക്കാം. കാരണം ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു പ്രയാസമുണ്ട്. കുഴി അറിയുന്നില്ല. ഇപ്പോൾ അടുത്ത ബൈക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്നത്. റോഡിൽ വളരെ ബ്ലോക്കും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഒരു ബൈപ്പാസ് പോലെ റോഡുണ്ട് ഗ്രാമത്തിലൂടെ. അതിൽ പോകാനുള്ള ഒരു പ്രയാസം കൂടിയുണ്ട് ഈ കുഴി കാരണം. ഇവിടെ ഒരുപാട് പേര് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അത് വരാതെ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ PW ഇടപെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ കുഴി അടച്ചു തരണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്താറുണ്ടെങ്കിലും അധികം വൈകാതെ റോഡ് വീണ്ടും തകരുകയും ഗർത്തം വലുതാവുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. താൽക്കാലികമായി കുഴി നികത്തുന്നതോടെ പ്രശ്നം പരിഹരിച്ചതായി തോന്നുമെങ്കിലും മഴയും വാഹനങ്ങളുടെ അമിതമായ സഞ്ചാരം മൂലം വീണ്ടും റോഡ് തകരുന്നതായി നാട്ടുകാർ പറയുന്നു. ഇതോടെ അപകട സാധ്യതയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട്ടിലെ 24 മണിക്കൂറും ബ്ലോക്കാണ്. കൊല്ലങ്കോട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയ ശേഷം ഭയങ്കര ബ്ലോക്കാണ് കൊല്ലങ്കോട്. വണ്ടികൾ, കുട്ടികൾ സ്കൂൾ വിട്ട് പോകാനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ബ്രാൻഡി ഷാപ്പിൻ്റെ ആ വഴിക്ക് വരാവുന്ന അവിടെയും ബ്ലോക്കാണ്. അപ്പോൾ എന്തായാലും പോലീസിന് നടപടിയെടുത്ത് ബ്ലോക്കൊക്കെ ക്ലിയർ ആക്കണം. കുഴികളൊക്കെ അടയ്ക്കാനുള്ള കുഴികൾ പൊള്ളാച്ചി റോഡിൽ മുഴുവൻ എല്ലാ ഭാഗത്തും കുഴിയേ ഉള്ളൂ. ഇടപെട്ടും PW വേണ്ട മാതിരി ഇടപെട്ട് ഇതിനെ വാട്ടർ അതോറിറ്റിയുടെ കുഴിയാണിത്. വാട്ടർ അതോറിറ്റി ഒഴിച്ച കുഴിയാണ് ഈ നിലവിൽ കാണുന്നത്. അത് വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ടവർ അത് കുഴിയൊക്കെ അടച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണം. ഇന്നലെ വൈകിട്ട് പൊള്ളാച്ചി റോഡിലൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കാറുകാരൻ കൊണ്ടുവന്ന് സ്കൂട്ടറൊക്കെ ഇടിച്ചിട്ട് പോയി. വണ്ടി പാർക്കിംഗ് സൗകര്യമൊന്നും ഇല്ല കൊല്ലങ്കോട്. മറ്റേ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് കൊല്ലങ്കോട്ടിനെ പറ്റി സ്ഥിതിഗതികൾ അറിയില്ല. എവിടെ വണ്ടി പാർക്ക് ചെയ്യണം എന്ന കാര്യം അവർക്ക് അറിയില്ല. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് മുൻകൈ എടുത്തത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. കൊല്ലങ്കോട് ടൗണിൽ തന്നെ യോഗിനിമാത ഗേൾസ് ഹൈസ്കൂളിന് സമീപത്തെ റോഡിലെ ഗർത്തത്തിനും 1.5 വർഷത്തോളം പഴക്കമുണ്ട്. ഇവിടെയും പലതവണ താൽക്കാലികമായി കുഴി നികത്തിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഗർത്തം രൂപപ്പെടുന്ന സ്ഥിതിയാണ്. സ്കൂൾ പരിസരങ്ങളിൽ രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിരക്ക് കൂടുതലാണ്. റോഡിലെ ഗർത്തങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. റോഡിലെ കുഴികൾ താൽക്കാലികമായി നികത്തുന്നതിന് പകരം ശാശ്വതമായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തി റോഡ് സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഗർത്തങ്ങൾ രൂപപ്പെടുന്നതിന്റെ കാരണം കണ്ടെത്തി ശാസ്ത്രീയമായ രീതിയിൽ റോഡ് പുനർനിർമ്മിക്കണമെന്നും ആവശ്യമുയരുന്നു. 4 ദിവസത്തിനിടെ 16 അപകടങ്ങൾ നടന്നിട്ടും റോഡിലെ അപകടക്കെണി ശാശ്വതമായി പരിഹരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. UTV ന്യൂസ്, പാലക്കാട്.